നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ADGP അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് പുറത്താകുന്നത് സ്വർണ്ണക്കടത്തിലെ കൂടുതൽ അണിയറ രഹസ്യങ്ങളാണ്. ആരോപണങ്ങളെല്ലാം എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇഷ്ടക്കാരിലേക്കും. ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുമ്പോഴും മുഖ്യമന്ത്രി തുടരുന്ന മൗനം എങ്ങനെയെങ്കിലും തലയൂരാനുള്ള പെടാപ്പാടാണെന്നാണ് ആക്ഷേപമുയരുന്നത്. സ്വർണ്ണക്കടത്ത് വീണ്ടും സജീവ ചർച്ചയാക്കുന്നത് ഒഴിവാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. ചില പോലീസ് ഉന്നതർക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്ന ഭരണപക്ഷ MLA കൂടിയായ PV അൻവറിന്റെ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസിലെ കൂടുതൽ വിവരങ്ങൾ ചർച്ചയാകുകയാണ്. കള്ളക്കടത്ത് മുതൽ പങ്കുവയ്ക്കുന്നതിലെ തർക്കമാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ കാതലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നയതന്ത്ര ചാനൽ വഴി 21 തവണയായി 169 കിലോ സ്വർണം കടത്തിയതായാണ് കണ്ടെത്തൽ. സ്വർണ്ണക്കടത്തിലൂടെയുള്ള പണം കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും എത്തുന്നുണ്ടെന്ന് NIA സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ടെന്ന ആരോപണം മുഖ്യമന്ത്രി നിഷേധിച്ചിരുന്നെങ്കിലും പിന്നീട് പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കരൻ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല, മകൾ വീണ, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന CM രവീന്ദ്രൻ, മുൻ മന്ത്രി KT ജലീൽ, മുൻ ചീഫ് സെക്രട്ടറി നളിനി നെറ്റോ എന്നിവരുടെ ഇടപെടലും ഇവർ എന്തൊക്കെ ചെയ്തെന്നുമുള്ള രഹസ്യമൊഴി നൽകിയിരുന്നതായി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു. ADGP അജിത് കുമാർ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. അതിനു പിന്നാലെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയത് തന്നെ കേരളത്തിൽ നിന്നും നാഗാലാൻഡിൽ എത്തിച്ച് ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യമെന്നും. ബംഗളൂരുവിലേക്ക് കടത്തിയതിനു പിന്നിൽ അന്ന് വിജിലൻസ് മേധാവിയായിരുന്ന ADGP അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കറുമാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടെന്നും ബിരിയാണി ചെമ്പിൽ സ്വർണം എത്തിച്ചുമെന്നുമുള്ള ആരോപണത്തിന് കരുത്തു പകരുന്നതാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ മിണ്ടരുതെന്ന സ്വപ്ന സുരേഷിനെ അജിത് കുമാർ ഭീഷണിപ്പെടുത്തിയതെന്ന വിവരവും പുറത്തുവരുന്നു. മാധ്യമപ്രവർത്തകനും ബിലീവേഴ്സ് ടെസ്റ്റ് ഡയറക്ടറുമാണെന്ന് ശിവശങ്കർ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തിയ ഷാജ് കിരണുമായി അജിത് കുമാറിന് ബന്ധമുണ്ടായിരുന്നു. സ്വപ്ന സുരേഷിന്റെ സുഹൃത്തും സ്വർണ്ണക്കടത്ത് കേസിലെ കൂട്ടുപ്രതിയുമായ PS സരിത്തിനെ സ്വപ്നയുടെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചുകൊണ്ടുപോയ ദിവസം തന്നെ 19 തവണ ഷാജ് കിരണുമായി അജിത് കുമാർ സംസാരിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് വിജിലൻസ് മേധാവി സ്ഥാനത്തു നിന്നും അജിത് കുമാറിനെ മാറ്റിയതാണ്. എന്നാൽ വിജയ് സാഖറെ ഡെപ്യൂട്ടേഷനിൽ NIA-യിലേക്ക് പോയ ഒഴിവിലേക്ക് ക്രമസമാധാന ചുമതലയുള്ള ADGP-യായി അജിത് കുമാറിനെ നിയമിക്കുകയായിരുന്നു. ഇതിനിടെയാണ് വിവാദങ്ങൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചെന്ന് മരുമകനും മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ തുറന്നു പറച്ചിലും ഉണ്ടാകുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി അതിലേതെങ്കിലും ഭാഗത്തുണ്ട് എന്ന് വ്യക്തമാകുന്നില്ലേ? അതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതും.